നമസ്കാരം. പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴും അല്ലെങ്കിൽ ഡെലിവറി കഴിയുമ്പോഴും പലരും ഒ പിയിൽ വരുമ്പം സംശയം ചോദിക്കുന്നൊരു കാര്യമാണ്, എൻ്റെ പൊക്കിളിൻ്റെ അവിടെ ഒരു മുഴ പോലെ കാണുന്നുണ്ട്, എന്താണ് അത്? പ്രത്യേകിച്ച് ചുമയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ എണീറ്റ് നിൽക്കുമ്പോഴോ ആണ് കൂടുതലായിട്ട് കാണുക, കിടക്കുമ്പോൾ ഇല്ല. ഇതിനെയാണ് അംബിലിക്കൽ ഹെർണിയ എന്ന് പറയുന്നത്. അംബിലിക്കസ് എന്ന് പറഞ്ഞാൽ പൊക്കിൾ, ഹെർണിയ എന്ന് പറഞ്ഞാൽ നോർമലി എല്ലാവർക്കും വരുന്ന, അതായത് ഉള്ളിലുള്ള ഭാഗങ്ങൾ പുറത്തേക്ക് തള്ളി വരുന്ന ഒരു രീതി, അതാണ് അംബിലിക്കൽ ഹെർണിയ. അപ്പോൾ അംബിലിക്കൽ ഹെർണിയയെ പറ്റിയാണ് ഇന്ന് ഞാൻ വീഡിയോയിൽ സംസാരിക്കുന്നത്. എന്താണ് അംബിലിക്കൽ ഹെർണിയ എന്നുള്ളത് ഞാൻ പറഞ്ഞു. അംബിലിക്കൽ അല്ലെങ്കിൽ പെരി അംബിലിക്കൽ ഹെർണിയ എന്നാണ് അതിനെ പറയുന്നത്. അതായത് ഒന്നുകിൽ പൊക്കിൾ വഴി അല്ലെങ്കിൽ പൊക്കിളിന് ചുറ്റുമുള്ള ഒരു വീക്ക്നെസ് വഴി ഉള്ളിലുള്ള ഭാഗങ്ങൾ പുറത്തേക്ക് തള്ളി വരിക, ഇതാണ് ഹെർണിയ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമായി എല്ലാവരും ചോദിക്കുന്ന കാരണം എന്തുകൊണ്ട് എനിക്കിത് വന്നു എന്നുള്ളതായിരിക്കും. അതിൽ ആദ്യം പറയുന്ന പ്രശ്നം എന്ന് പറയുന്നത്, നമ്മുടെ ഫ്രണ്ടിലെ വയറ്, അതായത് വയറിലെ മസിൽസാണ് നമ്മുടെ ഫ്രണ്ടിലെ വയറിനെ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നത്. അതിൽ രണ്ട് മസിൽസാണ് നമ്മൾ മെയിനായിട്ട് പറയുന്നത്. അതായത് റെക്ടസ് അബ്ഡോമിനസ് മസിൽസ് എന്ന് പറയുന്ന ഒരു പെയർ മസിൽ, അതായത് റെക്ടസ് അബ്ഡോമിനസ് രണ്ട് മസിൽസ് ഉണ്ട്, രണ്ടും ഫ്രണ്ടിൽ നിന്ന് വന്ന് നടുക്ക് വന്ന് യോജിച്ച് നിൽക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ പ്രഗ്നൻ്റ് ആകുമ്പോൾ എന്ത് സംഭവിക്കും? മസിൽസ് വലിയും, അതായത് വയറ് മൊത്തത്തിൽ വലിയുന്നതിൻ്റെ കൂട്ടത്തിൽ മസിൽസ് വലിയും, മസിൽ വീക്കാവും. അപ്പോൾ ഈ സിനിമാ നടികളൊക്കെ എന്താ ചെയ്യണേ? പ്രഗ്നൻ്റ് ആയി, വലുതായി, വയറ് വലുതായി, അത് കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞു, കുറച്ചൊരു 3 മാസം 6 മാസം ആകുമ്പോഴത്തേക്കിന് അവർ ബാക്ക് ടു നോർമൽ ആവും. എങ്ങനെ? മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് നന്നായിട്ട് മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്ത് ആ വീക്ക്നെസ് കുറച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അത് എക്സസൈസ് ചെയ്ത് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മൾ സാധാരണ ആൾക്കാർ അല്ലെങ്കിൽ സാധാരണ സ്ത്രീകൾ എന്താ ചെയ്യുക? വയറ് കുറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നുകിൽ ബെൽറ്റ് കെട്ടും, അല്ലാന്നുണ്ടെങ്കിൽ വയറ് ജസ്റ്റ് കെട്ടി വെക്കും. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർ ചിന്തിക്കുന്നത് അതുവഴി വയറ് കുറയും എന്നുള്ളതാണ്. പക്ഷെ അല്ല, ആ വീക്ക്നെസ് എന്ന് പറയുന്നത് അത് എപ്പോഴും നിലനിൽക്കും എന്നുള്ളതാണ്. ഇത് ഒരു കാരണം. രണ്ടാമത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അബ്ഡോമിനൽ മസിൽസ് ഈ സെപ്പറേറ്റ് ആവുന്നതാണ്. അതായത് നടുവിൽ നിന്ന്, ഒന്ന് അതിൻ്റെ വീക്ക്നെസ്, രണ്ട് ഇങ്ങനെ ഇരിക്കുന്ന മസിൽസ് രണ്ടും നടുവിൽ നിന്ന് സെപ്പറേറ്റ് ആയി മാറിപ്പോവുക. അപ്പോൾ നടുവിലൊരു വീക്കായിട്ടുള്ള ഒരു ഏരിയ വരിക എന്നുള്ളതാണ്. അതും പ്രഗ്നൻസി സമയത്ത് സംഭവിക്കുന്നതാണ്. അപ്പോൾ വലിഞ്ഞ് വീക്കാവുമ്പോഴത്തേക്കിന് രണ്ട് സൈഡിലോട്ടും വലിഞ്ഞ് മാറുകയും നടുക്കൊരു വീക്ക്നെസ് ആയിട്ടുള്ള ഒരു പോയിന്റ് വരികയും ചെയ്യും. ഇനി ഈ മസിലിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു റെക്ടസ് ഷീത്ത് എന്ന് പറയുന്ന ഒരു നേർത്ത ഒരു വൈറ്റ് പാളിയുണ്ട്. ആ പാളി അത്യാവശ്യം നല്ല സ്ട്രെങ്ത് ഉള്ളതാണ്. അതും വീക്കായാൽ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഒരു ഡിഫക്റ്റ് വന്നാൽ ഹെർണിയ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മൾ ഓപ്പറേഷൻ ചെയ്യുമ്പോഴാണെങ്കിലും, സിസേറിയൻ ആണെങ്കിലും വേറെ എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ ഈ മസിൽ ചിലപ്പോൾ കട്ട് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ വലിച്ചു മാറ്റേണ്ടി വരും. ഈ റെക്ടസ് ഷീത്ത് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഉള്ളിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതിലൊക്കെ ഉണ്ടാകുന്ന വീക്ക്നെസ് കാരണം ഹെർണിയ വരാം. അപ്പോൾ പലരും ചിന്തിക്കും, സിസേറിയൻ കഴിഞ്ഞവർക്കാണോ അംബിലിക്കൽ ഹെർണിയ കൂടുതലെന്ന്. അല്ല, നോർമൽ ഡെലിവറി കഴിഞ്ഞവർക്കാണ് സാധാരണയായി ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഹെർണിയ കണ്ടുവരുന്നത്, അംബിലിക്കൽ ഹെർണിയ കണ്ടുവരുന്നത് എന്നുള്ളതാണ്. സിസേറിയൻ കഴിഞ്ഞിട്ട് കൂടുതലും വരുന്നതെന്ന് പറയുന്നത് ഇൻസെഷണൽ ഹെർണിയാണ്. അതായത് നമ്മൾ കട്ടിടുന്ന സ്ഥലത്ത് വീക്ക്നെസ് കൂടിയിട്ട് അതുവഴി വരുന്ന ഹെർണിയാണ് കൂടുതൽ കാണാറുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ കാരണങ്ങൾ പറയുന്നത്. അപ്പോൾ ഇതിന് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഡോക്ടറിനെ കാണിച്ചു കഴിഞ്ഞാൽ ഡോക്ടറിന് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം അവിടെ നമുക്ക് തൊട്ട് നോക്കുമ്പോൾ ചുമയ്ക്കാൻ പറയുമ്പോൾ കഫ് ഇമ്പൾസ് എന്ന് കിട്ടും. അതായത് വന്ന് ചുമയ്ക്കുമ്പോൾ വന്ന് തട്ടുന്നത് പോലെ, ഉള്ളിലെ പുറത്തേക്ക് തള്ളിയിരിക്കുന്ന ഭാഗം വന്ന് തട്ടുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. കൺഫേം ചെയ്യുന്നത് സ്കാൻ വഴിയാണ്, അൾട്രാസൗണ്ട് വഴിയാണ്. അൾട്രാസൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ ഉണ്ടാകുന്ന ചെറിയൊരു ഡിഫക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. വളരെ ചെറിയ ഡിഫക്റ്റ് ആയിരിക്കും, ചിലപ്പോൾ ഒരു 0.5 സെൻറ്റിമീറ്റർ ടു 1 സെൻറ്റിമീറ്റർ ഡിഫക്റ്റേ ഉണ്ടാവുള്ളൂ. അതിനുള്ളിൽ കൂടെ എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറിയ ഉള്ളിലുള്ള കുടൽ, അല്ലെങ്കിൽ ഉള്ളിലുള്ള കുടലാവാം, അല്ലെങ്കിൽ കുടലിന് ചുറ്റുമുള്ള കൊഴുപ്പാവാം, അത് പുറത്തേക്ക് തള്ളി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെന്ത് ട്രീറ്റ്മെൻറ്റ്? പലരും ചോദിക്കുന്നത് ഇത് മരുന്ന് വഴി മാറില്ലേ? ശരിക്കും ഇല്ല. കാരണം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു വീക്ക്നെസ് ആണ്, അത് നമുക്ക് മരുന്ന് വഴി മാറ്റാൻ പറ്റില്ല. അപ്പോൾ എന്താണ് ഇതിൻ്റെ ചികിത്സ എന്ന് പറയുന്നത്? സർജറി തന്നെയാണ്. പക്ഷേ എമർജൻസി ആയിട്ട് സർജറി ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. പക്ഷേ ഇതിനെന്താണ് ഒരു കോംപ്ലിക്കേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു, ഒരു 1/2 സെൻറ്റിമീറ്ററോ 1 സെൻറ്റിമീറ്ററോ ഉള്ള ഡിഫക്റ്റ് മാത്രമാണ് അവിടെ ഉണ്ടാകുക. അതുവഴിയാണ് ഈ കുടൽ പുറത്തേക്ക് ചാടി വരിക. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, കുനിയുമ്പോൾ, നിവരുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം ഈ ഡിഫക്റ്റ് ഒന്ന് കുറച്ചുകൂടെ ചുരുങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പുറത്തേക്കുള്ള കുടലിലേക്കുള്ള ഭാഗത്തേക്കുള്ള രക്തഓട്ടം കുറയുകയും അത് കാരണം അവിടെ നീര് വരികയും അത് കാരണം ആ കുടൽ നശിച്ചു പോകാനുള്ള കാരണമാവുകയും ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? അമ്മയ്ക്ക് അല്ലെങ്കിൽ ആ സ്ത്രീക്ക് അതിഭയങ്കരമായ വേദനയും അത് ഛർദിയും വയറ്റിൽ നിന്ന് പോവുകയും അങ്ങനത്തെ ഒരു ഇഷ്യൂ ആയിട്ട് എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ്
ഹെർണിയ ഉള്ളവർക്ക് അല്ലെങ്കിൽ അംബ്ലിക്കൽ ഹെർണിയ ഉള്ളവർക്ക് നമ്മൾ ഇലക്റ്റീവായിട്ട്, അതായത് നിങ്ങൾ എമർജൻസി ആയിട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല, പക്ഷേ കുടൽ എന്തെങ്കിലും പുറത്തോട്ട് വന്നിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ബെറ്റർ അത് പ്ലാൻ ചെയ്ത് അതൊരു സർജറി ചെയ്ത് ആ ഡിഫക്റ്റ് അങ്ങ് ക്ലോസ് ചെയ്യുന്നതാണ് നല്ലത് എന്നുള്ളതാണ്. നന്ദി, നമസ്കാരം.